എമ്മ ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചൊരു ബെഡ് അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് നമ്മളൊരു ഓൾറെഡി ഒരു ബെഡ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഞാനും മക്കളും കിടന്നു കഴിഞ്ഞാൽ ചേട്ടന് കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ പുള്ളി തറയിലാണ് കിടക്കുന്നത്, അപ്പോൾ വിരിച്ചിട്ട്. അപ്പോൾ കുറേ നാളുകൊണ്ടേ വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാം കൂടെയൊക്കെ പൈസ ഒത്തു വരാനുള്ള പാടും ഒക്കെ ആയിട്ട് ഇപ്പോൾ എന്തായാലും അങ്ങ് മേടിച്ചതാണ്. 13K ആണ് കേട്ടോ പ്രൈസ്. അപ്പോൾ ഡബിൾ കോട്ട് ബെഡ്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടോ? നമ്മൾ സാധാരണ ഈ ഇപ്പോൾ കിടക്കുന്ന ബെഡ് നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചതാണ്. അത് നമ്മൾ വണ്ടിയുടെ മേളിലൊക്കെ വെച്ച് കെട്ടിയൊക്കെയാണ് കൊണ്ടുവന്നത്. എന്ത് ബുദ്ധിമുട്ടായിരുന്നു അറിയാം. ഇതിപ്പോൾ നോക്കിയേ, നമുക്ക് ഓൺലൈൻ മേടിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഇത്രയും ഒരു വലിയ ബെഡ്, ഒരു ഡബിൾ കോട്ട് ബെഡൊക്കെ ഇത്രയും ചെറിയൊരു പാക്കിങ്ങിൽ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് മേടിച്ചു. അത് കൊണ്ടുവന്നത് തന്നെ നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുമ്പോൾ ചെറിയ 2 വീലേഴ്സിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ചെറിയ ഓർഡേഴ്സൊക്കെ കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ തന്നെ വലിയ ലോഡൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിവിടെ ഇറക്കി മേടിച്ച് വെച്ചു. പിന്നെ ബാക്കി ഓപ്പണിങ്ങൊക്കെ ഹസ്ബൻഡ് വന്നിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തില്ല. അതാ ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കട്ട് ചെയ്യാനായിട്ടുള്ള, അതായത് ഇതിൻ്റെ ലാസ്റ്റ് ലെയർ കട്ട് ചെയ്യാനായിട്ടുള്ളതെല്ലാം ഒരു ബ്ലേഡ് അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് നൂത്തിടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നതാണ്. അപ്പം പൈസ വരാത്തതിൻ്റെ അല്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇത് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, കട്ടിലില്ലാതെയാണോ കിടക്കുന്നതെന്നുള്ളത്. നമ്മൾ തറയിലാണ് കിടക്കുന്നത്. അതായത് മോനൊരു പ്രാവശ്യം മോളും കൂടെ ആയ ടൈമിന് കട്ടിലിൽ നിന്ന് ഒരു പ്രാവശ്യം വീണിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ വീട്ടിലായിരുന്ന ടൈമിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ കുറേ പേടിച്ച്. ഇവൻ പെട്ടെന്ന് തന്നെ വീണിട്ട് കുറച്ച് നേരം അനക്കമില്ലാതെയൊക്കെ കിടന്നു. പിന്നെ കൊണ്ടുപോയി സ്കാനിങ് അത് ഇതൊരു 10,000-15,000 രൂപ അന്നൊരു ദിവസം അവൻ്റെ വീഴ്ചയിൽ നമുക്ക് ചിലവായതിന് ശേഷം പിന്നെ നമ്മളായിട്ട് എടുത്തൊരു തീരുമാനമാണ്, കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് വലുതാവുന്നത് വരെ ബെഡ് തറയിലിട്ടിട്ട് കിടന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട് മാറിയതിന് ശേഷവും കട്ടിൽ മേടിക്കണം എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും വേണ്ടാന്ന് വെച്ചത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തറയിലാകുമ്പം കുഞ്ഞുങ്ങൾ സേഫായിരിക്കുമല്ലോ എന്നുള്ളതാണ്. പിന്നെ അവർ ചവിട്ടിക്കയറിയൊക്കെ കുറച്ച് മെഷാക്കുമെന്നുണ്ടെങ്കിലും അതങ്ങ് വിടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മളത് വൃത്തിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അവർക്കിപ്പം പ്രധാനമായിട്ടും മോന് കയറി കിടക്കാൻ ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ മോള് കുഞ്ഞായിരുന്നല്ലോ, ഞങ്ങളിങ്ങോട്ട് മാറുന്ന ടൈമിൽ അവൾക്ക് 1 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പോൾ അവൾ പിടിച്ച് നിന്ന് തുടങ്ങുന്ന സമയം, നടക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് സേഫായിട്ട് ഇറങ്ങാനും കയറാനും പറ്റുന്നത് നമ്മൾ തറയിൽ ബെഡ് ഇടുമ്പോൾ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തറയിൽ തന്നെ ബെഡ് ഇട്ടാൽ മതി എന്നുള്ളൊരു കാര്യം ചെയ്തത്. പിന്നെ നമ്മൾ തറ ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ തറയിൽ ബെഡ് ഇട്ടേക്കുന്നത്. അപ്പം കട്ടിലില്ലേ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു സംശയം ഉള്ളവർക്കുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ വരുന്നവർ പലരും ഈ തറയിൽ കിടക്കുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ആണല്ലോ നമ്മളിപ്പോൾ പാരൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കേണ്ടത്. സോ നമ്മൾ തറയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബെഡും കൂടെ മേടിച്ച് നമ്മളതിനോട് ചേർത്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം എന്നുള്ളതാണ് ഒരു സന്തോഷം. പിന്നെ മാത്രമല്ല, ഇതിപ്പം ഞാനും മക്കളുമാണ് ബെഡിൽ കിടക്കുന്നതെങ്കിലും മോൻ മിക്കവാറും ഉരുണ്ട് താഴ്പ്പം, അല്ലെങ്കിൽ ഇവളാണെങ്കിലും നമുക്കാണെങ്കിൽ ക്ലോക്ക് പോലെ ക്ലോക്കിൻ്റെ നമ്മുടെ സൂചിയൊക്കെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഫുൾ ടൈം. അത് രാവിലെ ആകുമ്പോഴത്തേക്ക് കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ ഇവളാണെങ്കിൽ തന്നെ ഇച്ചിരി ഉള്ളൂ. അപ്പോൾ അവന് കുറച്ചും കൂടെ വലുതായതുകൊണ്ട് തന്നെ അവനും ഇതേപോലെ കറക്കുന്ന സ്വഭാവമുണ്ട് ഇപ്പോഴും. അല്ലെങ്കിൽ ഇവളുടെ പുറത്ത് കാലെടുത്ത് വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു കാര്യമൊക്കെ കുറച്ചും കൂടി ശരിയാവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവർ 2 പേര് കൂടെ കിടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതെല്ലാം ഇനി ഇട്ട് കഴിയണ്ട അപ്പോഴേക്കും കിടക്കാനുള്ള ആൾക്കാർ എത്തി കേട്ടോ. അവർ കിടന്ന് നോക്കി. എല്ലാവർക്കും, മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.